നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കും. 2 ടൈപ്പ് സോളാർ സിസ്റ്റംസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് ഉള്ളത്. അതിലൊന്ന് ഓഫ് ഗ്രിഡ്, ഒന്ന് ഓൺ ഗ്രിഡ്. ഓൺ ഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മുടെ വീട്ടിലത്തെ ആവശ്യം കഴിഞ്ഞ് ബാലൻസ് യൂണിറ്റ്സ് നമുക്ക് KICBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ചെയ്യുന്ന കാൽക്കുലേഷൻ ആണ് ഓൺ ഗ്രിഡ് സിസ്റ്റം വരുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബാറ്ററി സ്റ്റോറേജ് വെച്ച്, സോളാർ പാനൽ വയ്ക്കുന്നു, ബാറ്ററി സ്റ്റോറേജ് വെച്ച് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും കമ്പയർ ചെയ്യുന്ന പുതിയ ടെക്നോളജിയാണ് ഹൈബ്രിഡ് ടെക്നോളജികൾ വരുന്നത്. ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ സോളാർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലത്തെ ആവശ്യം കഴിഞ്ഞ് ബാലൻസ് യൂണിറ്റ് KICBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. KICB സപ്ലൈ ഓഫ് ചെയ്തിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നു. ആ ടൈമിലൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് KICB ലൈൻ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളാർ പാനൽ ബാറ്ററി സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാം. നോർമലായിട്ട് വീടുകളിലേക്കൊക്കെ 3 to 10 കിലോവാട്ട് വരിക്കുന്ന പ്ലാന്റുകളാണ് സാധാരണയായിട്ട് നമുക്ക് ബാറ്ററി സ്റ്റോറേജ് ഉള്ള ഹൈബ്രിഡ് സിസ്റ്റം വെക്കുന്നത്. ബാറ്ററിക്ക് തന്നെ 10 years ആണ് വാറണ്ടി തരുന്നത്. ഇൻവെർട്ടറിനും 10 years വാറണ്ടി തരുന്നുണ്ട്. നമുക്ക് ബാക്കപ്പ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ബാറ്ററിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. 10 വർഷം വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി വാട്ടർ മെയിൻ്റെനൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഫുള്ളി മൊബൈൽ മോണിറ്ററിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺ ഗ്രിഡ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈബ്രിഡ് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ നമുക്ക് വേസ്റ്റ് ആയി പോകും. അതിൻ്റെ എമൗണ്ട് നമുക്ക് ലോസ് ആയി പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റംസുകളാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടുക.